ഹായ്, വെൽക്കം ടു മൈ ചാനൽ മീറ്റ് റീലി. എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അതിലിടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എന്തൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞു പോയി. അതിപ്പോൾ പോസ്റ്റ് ചെയ്താൽ എനിക്കറിയില്ല. അപ്പോൾ അതേതെങ്കിലും ഇനി ഞാൻ ഫ്യൂച്ചർ പറയുന്ന വ്ളോഗിൽ എവിടെയെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരുടെയും ന്യൂ ഇയർ ഒക്കെ അടിപൊളിയായെന്ന് വിചാരിക്കുന്നു. ഞാൻ ന്യൂ ഇയറിനൊരു വ്ളോഗ് ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ട് എനിക്കതൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ ന്യൂ ഇയർ നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കുണ്ടായ മാറ്റം എങ്ങനെയാണ്? ഞാൻ കുറച്ചും കൂടെ എൻ്റെ പോസിറ്റീവ് സൈഡായ ആർട്ടിലേക്ക് കടന്നു. കൺസിസ്റ്റൻ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചില സമയത്ത് ഞാൻ ജ്വല്ലറി ചെയ്യുന്നുണ്ട്, ചില സമയത്ത് ഞാൻ ഇതേപോലെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, പിന്നെ സാരീസൊക്കെ ഡിസൈൻ ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ഫ്ലോ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ വിഷുവിന് കുറച്ച് നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏതാണ്ട് സെയിലായി. ആൻഡ് അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്തു. ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഞാനിങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കും. പല പല എക്സ്പീരിയൻസസ് ഉണ്ടായത്, അങ്ങനെയുള്ള കാര്യമൊക്കെ. നമ്മുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവായ കാര്യം മാത്രമല്ല ഉണ്ടാവുക, പോസിറ്റീവായ ആൾക്കാർ മാത്രമായിരിക്കില്ല ഉണ്ടാവുക. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുവാണ്. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ എന്നാൽ പവർഫുള്ളാണ്. ജാവ പോലെ. നമ്മുടെ എനർജി, നമ്മുടെ പീസ് ഓഫ് മൈൻഡ്, നമ്മളെ മൈൻഡ് സെറ്റ്. ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? എല്ലാവർക്കും അവരവരുടേതായ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്. പക്ഷെ അതിൽ എല്ലാം ഓരോരുത്തർ പറയുന്ന ഒപ്പീനിയൻസ് അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ നമ്മളെ പറ്റിയിട്ട് എടുക്കണം എന്നില്ല. ഞാൻ എൻ്റെ സ്പേസിൽ, എൻ്റെ കാംനെസ്സിൽ, എൻ്റെ വർക്കിൽ, എൻ്റെ ഓൺ വേൾഡ് ക്രിയേറ്റ് ചെയ്തിങ്ങനെ പോവുകയാണ്. നെഗറ്റീവ് പീപ്പിൾ എപ്പോഴും നമ്മളെ സറൗണ്ടിങ്സിലൊക്കെ ഉണ്ടാവും. അവർക്ക് നമ്മളെക്കുറിച്ച് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ പറയുന്നത് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നില്ല. ചില വാക്കുകൾ നമ്മളെ ഹേർട്ട് ചെയ്യുമായിരിക്കും, ചില കമൻസ് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുമായിരിക്കും. പക്ഷെ അവിടെ നിൽക്കുന്നത് നമ്മളാണ്. എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ. ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണോ അതോ വിട്ട് കളയണോ, അല്ലെങ്കിൽ എല്ലാം ഇൻറ്റേർണലൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എല്ലാം ആൻസർ കൊടുക്കേണ്ടതുമില്ല. ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സൈലൻ്റായിട്ട് അങ്ങിരിക്കുക. ചിലപ്പോൾ ബെസ്റ്റ് ആൻസർ സൈലൻസ് ആയിരിക്കും. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനർജി വേസ്റ്റാണ്. പ്രൂവ് ചെയ്യുന്നത് നമ്മൾ പീസ് നഷ്ടപ്പെടുത്തും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാത്ത് ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റൻഷൻസ് ക്ലിയറായിട്ട് അറിയുമെങ്കിൽ മറ്റുള്ളവരുടെ ഒരു തരത്തിലുള്ള നോയ്സും നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല. സൈലൻസ് ഒരു പവറാണ്. പീസ് നമ്മൾക്ക് വളരെ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമാണ്. നോട്ട് എവറിത്തിങ് ഡിസേർവ്സ് റിയാക്ഷൻ. ഒരു മൊമെൻറ്റ് ഇമാജിൻ ചെയ്യും. നിങ്ങളുടെ വർക്കിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആണ്. ആരുമില്ല, ഒരു നോയ്സില്ല, ഒരു പ്രഷറുമില്ല. അതാണ് റിയൽ ഫ്രീഡം. എനിക്കങ്ങനെ തോന്നാറുണ്ട്. നമ്മൾ തലയിൽ കൂടുതൽ ലിമിറ്റ് ചെയ്യുക, നമ്മൾ തോട്ട് പ്രോസസ്സ് ലിമിറ്റ് ചെയ്യപ്പെടുന്നതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത്. ഒരു ഫ്രീഡം ഇല്ലാതാവുക എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ അപ്രൂവലായിട്ട് നമ്മൾ ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യായിരിക്കും. നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ
അപ്രൂവ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും എന്നുള്ളൊരു ഒരു എന്താ പറയേണ്ടത്, ഒരു വാലിഡേഷൻ സീക്ക് ചെയ്യണ പോലത്തെ ഒരു അവസ്ഥ. ശരിക്കും അത് ശരിയാണോ? ഇത് നല്ലതാണോ? അവരെന്ത് പറയും? പക്ഷേ ഒരു പോയിന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യും, നിങ്ങളുടെ ലൈഫ് അവരെന്തായാലും ലിവ് ചെയ്യുന്നില്ല, അവർക്ക് നിങ്ങളുടെ ജേണി അറിയില്ല. അപ്പം പിന്നെ അവരുടെ ഒപ്പീനിയൻ നിങ്ങളുടെ റിയാലിറ്റി അല്ല. നിങ്ങളുടെ വേർത്ത് വേറൊരാളുടെ കമൻസിലല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഓൺ റെലം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓൺ പീസ്, സ്പേസ്, നിങ്ങളുടെ ഓൺ ഹാപ്പിനെസ്, നിങ്ങളുടെ ഓൺ എനർജി. അവിടെ നെഗറ്റിവിറ്റിക്ക് ഒരു എൻട്രി ഇല്ല എന്ന് തന്നെ അങ്ങ് തീരുമാനിക്കുക. ഡ്രാമക്ക് തീരെ സ്പേസ് ഇല്ല. ഐ ചൂസ് പീസ്, ഐ ചൂസ് കാം, ഐ ചൂസ് മൈസെൽഫ്. നിങ്ങൾ സ്ലോലി അണ്ടർസ്റ്റാൻഡ് ചെയ്യും, നോട്ട് എവ്രിതിങ് നീഡ്സ് യുവർ അറ്റൻഷൻ. സ്ലേ ചെയ്യുന്നത് ലൗഡായല്ല, സൈലൻ്റായിട്ട് നമുക്കത് പറ്റും. അങ്ങനെ ആണ് നമുക്കൊരു ഗ്രോത്ത് വരുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പം പറയുന്നില്ലേ, ഇപ്പോൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് എടുത്തിട്ട് മസിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പ്രോട്ടീനൊക്കെ കൊടുത്ത് മസിൽ ഗ്രോത്തും നമുക്കൊരു മസിൽ സ്ട്രെങ്ത്തൊക്കെ ബിൽഡ് ചെയ്യുന്നത്. അതും അങ്ങനെ ഒരു പ്രോസസ്സാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഹേർട്ടും എല്ലാം അങ്ങനെ തോന്നുന്ന എല്ലാ കാര്യവും നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. സ്റ്റഡി ആയിട്ട് പോകാൻ പറ്റുമോ നോക്കുക. അതാണ് നമ്മളുടെ റിയൽ സക്സസ്. സ്ലേ ചെയ്യുന്നത് ലൗഡായി അല്ല എന്ന് പറഞ്ഞതും എനിക്കതും അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളെന്നും നമ്മളുടെ ഗ്രോത്ത് ബൈ ഗ്രോത്ത് നമ്മളിങ്ങനെ എല്ലാവരോടും അത് പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. സൈലൻ്റായി ഗ്രോ ചെയ്യുമ്പോൾ അതൊരു നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ സക്സീഡ് ചെയ്യുമ്പോൾ അതാണ് റിയൽ ആൻസർ. നിങ്ങളുടെ ഗ്ലോ, നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ പീസ്, അത് തന്നെ എല്ലാം പറയും. ലെറ്റ് സക്സസ് സ്പീക്ക്, ലെറ്റ് ഗ്രോത്ത് സ്പീക്ക്, ലെറ്റ് പീസ് ലീവ്. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക, എല്ലാവർക്കും വേണ്ടി ലിവ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാത്രം ജീവിക്കുക. നിങ്ങൾ നിങ്ങൾക്കായി ലിവ് ചെയ്യുക. പ്രൊട്ടക്റ്റ് യുവർ എനർജി, സ്റ്റേ ഇൻ യുവർ ലെയിൻ ആൻഡ് ബിൽഡ് യുവർ ഓൺ വേൾഡ്. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ കുറേ സ്കാറ്റേർഡ് ആയിട്ട് ഞാൻ പല കാര്യങ്ങളും ഇൻവോൾവ് ആയിരുന്നു. എന്താ വെച്ചാൽ ആദ്യത്തെ ബിസിനസ്, പിന്നെ അതൊന്ന് സ്റ്റഡി ആവുന്നത് വരെയുള്ള ഓട്ടം. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഡാഗിനിക്ക് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡിങ്ങും അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് എന്തോ ആ ഒരു രീതിയിൽ അതൊന്നും നടന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ അറ്റൻഷൻ എൻ്റെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിലേക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ പെയിൻറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ എനിക്ക് പണ്ടേ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിനൊരു സ്പേസും സമയവും ഒന്നും കിട്ടിയിട്ടില്ല. ഞാനും ഇങ്ങനെ എൻ്റെ ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണോ തന്നെ ഒരു മനസ്സമാധാനവും കാര്യങ്ങളും ഒക്കെ വേണ്ടേ. അപ്പം ഞാൻ സീറോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ റെൻറ്റ് കൊടുക്കണമായിരുന്നു. അപ്പം നമുക്ക് ഈ ആർട്ട് സപ്ലീസൊക്കെ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് അന്നൊക്കെ ഭയങ്കര ഒരു മേജർ ഇഷ്യൂ ആയിരുന്നു. എന്നാലും ഞാൻ ചെയ്യുമായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ എനിക്കിങ്ങനെയൊരു സാരി അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫാബ്രിക് പെയിൻ്റൊക്കെ ഇട്ടിട്ട് സെയിൽ ചെയ്യുക, അതിനൊന്നുള്ള ഒരു സ്പേസ്, മനസ്സമാധാനം, അതൊന്നും എനിക്ക് അപ്പോൾ ഉണ്ടായിട്ടില്ല. ഞാൻ വേറെ കുറേ കാര്യങ്ങളിൽ റണ്ണിങ്ങിലായിരുന്നു. ഇപ്പം എനിക്ക് പക്ഷേ അതിൽ റിഗ്രറ്റ് ഒന്നുമില്ല. നമുക്ക് നല്ലൊരു സമയം വരുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യും. പിന്നെ വെച്ചാൽ ഒരു ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര
ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു ഫീലാണ് എനിക്കെപ്പോഴും കിട്ടിയിട്ടുള്ളത്. എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ മേജർ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ഓൺ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പിന്നെ എൻ്റെ അലാമുള്ള ബിസിനസ്, അപ്പോൾ അതിൻ്റെ സാലറീസ് കൊടുക്കുക, ഇത് അതിൻ്റെ മെയിൻ്റനിങ് പരിപാടികൾ, ക്ലയൻറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാം കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊരു അവസ്ഥയിൽ ഇരുന്ന് ചെയ്യാനുള്ള ഒരു ഇതില്ല. പിന്നെ കൊറോണക്കൊക്കെ ശേഷമാണ് ഒബ്വിയസ്ലി വർക്കൊക്കെ കുറഞ്ഞു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് മാറ്റി, അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കുറച്ചൊരു സമയം കിട്ടി. അപ്പോൾ ആണ് ഞാനൊരു ട്രാവലിനൊക്കെ പോയത്. അതായത് ഡാഗിനിക്ക് മുമ്പ്, ഡാഗിനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് ആർട്ട് വർക്കുകളെ കുറിച്ചും ഫാഷനെക്കുറിച്ചും പലതരം എംബ്രോയ്ഡറീസൊക്കെ ഉണ്ടല്ലോ, നോർത്ത് സൈഡിലൊക്കെ കുറേ ഉണ്ട്. അങ്ങനെ ഞാനൊരു നോർത്ത് ഇന്ത്യൻ ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. കുറേ ക്രാഫ്റ്റ് ചെയ്യണത്, എംബ്രോയ്ഡറീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു വോൾ ആർട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടോ. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഒരാളുടെ വീട്ടിൽ അതൊരു അതിൻ്റെ ഇടയിൽ കിട്ടിയൊരു സർപ്രൈസും ഇതൊക്കെയായിരുന്നു. അതിൽ കാശൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഇതിലേക്ക് എനിക്ക് തോന്നുന്നു, എനിക്ക് ആ വർക്ക് ചെയ്തപ്പം എനിക്ക് ഉള്ളിൽ തന്നെ എനിക്ക് തോന്നിത്തുടങ്ങി, ഇല്ല എനിക്കായിട്ടുള്ള ഒരു ടാലൻ്റൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് വരണം എന്ന് തോന്നിയത്. അങ്ങനെ എൻ്റെ ഒരു 6 or 7 month ട്രാവലിനൊക്കെ ശേഷം ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ അത്രയും കാലത്തെ മിസ്സിങ് അതിനെ പല രീതിയിലും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാത്തവരൊക്കെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വീണ്ടും ഞാൻ ഇൻവോൾവ് ആയി. പിന്നെ ഞാൻ 2024 ജാനിലാണ് ഞാൻ തീരുമാനിക്കുന്നത്, എൻ്റെ 2017 വിചാരിച്ചൊരു ഡ്രീമാണല്ലോ ഡാക്കിനി, അപ്പോൾ അതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കളയാം എന്ന് കരുതിയിട്ട്. ഇപ്പം ഞാൻ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ഓൾറെഡി ബ്രാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ എൻ്റെ അലാമുള്ള സ്റ്റാഫായ അനു ആണ് അത് ചെയ്തത്. അപ്പോൾ അനു ഭയങ്കര നല്ലൊരു ഡിസൈനറാണ്. അവൻ ടൈപ്പോഗ്രാഫിയിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ എനിക്ക് ഡാക്കിനി അവൻ ചെയ്തത് തന്നെ ഞാൻ അന്ന് അവനോട് പറഞ്ഞതാണ്, ഞാൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നീ ചെയ്ത ലോഗോ തന്നെയാണ് കേട്ടോ എടുക്കുക എന്നുള്ളത് ഞാൻ അവനോട് പറഞ്ഞതാണ്. അത് അതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡാക്കിനി ഞാൻ രജിസ്ട്രേഷൻ എന്താ പറയുന്നത്, ഡാക്കിനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹംഗാമാസ് എല്ലാം ചെയ്തു. പിന്നെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു. പിന്നെ ഞാൻ കൊൽക്കത്തയിൽ പോയിട്ട് കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് കൊൽക്കത്ത തന്നെ പോകണമെന്ന്. അപ്പോൾ കൊൽക്കത്ത പോയി കുറച്ച് സാരീസൊക്കെ പിന്നെ കുറച്ച് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസൊക്കെ വാങ്ങിച്ചു. ആൻഡ് അതാണ് എൻ്റെ സ്റ്റാർട്ട്, എൻ്റെ ആദ്യത്തെ ഡാഗിനിക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. പർച്ചേസൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ എത്തി. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഹാൻഡ് പെയിൻറ്റ് ചെയ്ത സാരീസും കൂടെ വെക്കാം എന്നുള്ളത്. ഇതിൻ്റെ ഇടയിലൊക്കെ ചില വർഷത്തിലൊക്കെ ഞാൻ ചിലപ്പം വിഷുവിനൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാരീസൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റീൽസൊക്കെ ആ സമയത്തൊക്കെ ഞാൻ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. മുൻപ് സെയിൽ ചെയ്തിട്ടുമുണ്ട് ചിലതൊക്കെ. ഇതും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവൾ എന്നെ തല്ലിക്കൊല്ലോ എന്നറിയില്ല, അവൾ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് 2 സാരി പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിപ്പോൾ ഇതേപോലെ ഒരു പിങ്ക് സാരി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവൾക്ക് ഞാൻ വേറൊരു ഫ്ലവറായിരുന്നു വിചാരിച്ചത്, പക്ഷെ അവൾക്ക് റോസ് ഇതേപോലത്തെ റോസാണ് വേണ്ടത്. അപ്പം ഞാൻ ഓക്കെ റോസസ് തന്നെ ചെയ്ത്. എനിക്കിത് വരയ്ക്കും തോറും ഇതിന് ഭംഗി നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, അതിൻ്റെ ഓരോ സ്ട്രോക്കും എത്രത്തോളം
എനിക്ക് ഹാപ്പിനെസ് തരുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രത്തോളം ഞാനിത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങളിലുണ്ടല്ലോ, എനിക്ക് ഈ കുക്ക് ചെയ്യാനൊക്കെ ഞാൻ ഈസി ആയിട്ടുള്ള വല്ല കിച്ചഡീസൊക്കെയാണ് കുക്ക് ചെയ്യാം. എല്ലാം കൂടെ പറ്റത്തില്ല ഒരു ദിവസം. ഏതെങ്കിലും ഒന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം തന്നെ ചിലപ്പം എന്നെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ട്രോളുന്നുണ്ട്. എന്താ വെച്ചാൽ, ശ്രുതിയും തുടങ്ങിയോ സാരി ബിസിനസ്. ശരിക്കും ആക്ച്വലി ഒരു സാരി ബിസിനസ് എന്നത് മാത്രമല്ല ഇപ്പം ഞാൻ ഡാഗിനി കൂടെ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ, ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ അലാമോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പല യാത്രകളും ചെയ്തിട്ടുണ്ട്. പല ആർട്ടിസ്റ്റുമാരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ആൾക്കാരുടെ എന്താ പറയേണ്ടത്, അവർക്ക് സോഷ്യൽ മീഡിയ ഇത് എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് പലർക്കും വെബ്സൈറ്റ്, ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അതിൽ കൂടെയൊക്കെ ഞാൻ കുറേ ആർട്ടിസ്റ്റുമാരെ, ഇപ്പം പയ്യന്നൂരൊക്കെ ഞാൻ പോയ സമയത്ത് കുറേ കാവ് എന്താ വുഡിലൊക്കെ കാവ് ചെയ്യുന്ന ആർട്ടിസ്റ്റുമാരല്ലേ, ഇവരൊക്കെ എന്തോരം തൃശ്ശൂർ അവിടെ ഒക്കെ പല 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 ആൾക്കാർ. ഇപ്പോൾ ചില ചേച്ചിമാരൊക്കെ ആണെങ്കിലും വീട്ടിൽ നിന്നിങ്ങനെ എന്താ കട്ട് വർക്ക് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അവർക്കാർക്കും അവരുടെ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം സെയിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല. പിന്നെ എല്ലാവർക്കും അതിനു വേണ്ടി മെനക്കെടാനുള്ള ഒരു ഇതില്ല. ചിലർക്കത് ഇഷ്ടവും ഇല്ല. അങ്ങനെയുള്ള കുറേ പേരൊക്കെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തോന്നിയ ഒരു ചിന്തയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാഗിനി എന്നുള്ളത്. എന്താ വെച്ചാൽ, അപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, ഇവർക്കായിട്ടൊരു പ്ലാറ്റ്ഫോം ചെയ്യാം, ഇവരുടെ പ്രോഡക്റ്റ്സ് ഞങ്ങൾ ഇതിൽ കൂടെ മാർക്കറ്റ് ചെയ്തിട്ട് അവർക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. അവരെ പറ്റിയിട്ടൊരു ചെറിയൊരു ഇൻട്രോ ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ആ പ്രൊഡക്റ്റ് ഞങ്ങൾ കൂടെ സെയിൽ ചെയ്യാം. അങ്ങനെയുള്ള കുറേ ഇതുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഡിലേ ആയത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും. എന്താ വെച്ചാൽ, ഞാൻ ആലോചിച്ചു, ഇപ്പം ഞാനിപ്പോൾ ഒരു സാരിയിൽ പെയിൻറ്റ് ചെയ്ത് സെയിൽ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ട് വളരെ നാച്ചുറലി നടക്കുന്ന ഒരു കാര്യമാണ്. അതിലിപ്പം ഞാനൊന്ന് മടി പിടിച്ചാലും അത് വേറൊരു രീതിയിലും അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ബാധിക്കത്തില്ലായിരിക്കും എനിക്ക് പോലും. പക്ഷേ നമ്മളിപ്പോൾ വേറൊരാളുടെ ഡ്രീം, അല്ലെങ്കിൽ ഒരാൾക്ക് അയാൾ ചെയ്യുന്ന ഒരു ആർട്ട് എന്ന് പറയുന്നത് അയാളെ ബേബി പോലെയായിരിക്കും. അപ്പോൾ വെറുതെ പോയിട്ട് അവിടെ പോയി അവർക്കൊരു ആശ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഹോപ്പ് കൊടുത്തിട്ട് നമ്മളതൊരു ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുമ്പം എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റ് പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എനിക്ക് അത്രത്തോളം അതിൽ ഇൻവോൾവ് ആവാൻ പറ്റില്ല എന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നിയ സമയമായതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. ഇപ്പോഴാണെങ്കിൽ എനിക്കറിയാം, ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ ബിസിനസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ആളുകളെ പറ്റിയിട്ട് അറിയുമായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടെ മെച്ചുവറാവുക എന്നുള്ളൊരു കാര്യം. പിന്നെ കുറച്ചും കൂടെ ആൾക്കാരെ പരിചയപ്പെടുന്നു, കുറച്ചും കൂടെ എക്സ്പോഷർ നമുക്ക് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത്രയും സോഷ്യലാവുന്ന ഒരു വർക്ക് ചെയ്യുമ്പം കുറച്ചും കൂടെ അത് എഫക്റ്റീവ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനിപ്പോഴും റെഡി എന്നാണ് എനിക്ക് തന്നെ തോന്നുന്നത്. ഞാനിങ്ങനെ കഥ പറഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ ഇപ്പം അതിൽ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടുപോയി. ഞാനിങ്ങനെ സംസാരിച്ച് എങ്കയോ പോയിട്ടേ. ഞാനിങ്ങനെ ടിവിയോ എന്തെങ്കിലും പോഡ്കാസ്റ്റൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷെയ്ഡിങ് വരുമ്പം കണ്ടില്ലേ, അതിനൊരു 3D ഫീലാണ് വരുന്നത്. പിന്നെ ആ ഗോൾഡൻ ഇതിലുള്ള ലൈനർ കൂടെ വരുമ്പം ശരിക്കും അത് ഭയങ്കര ഒരു ഇതായിട്ട് വരും. നോർമലി ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുമ്പം എനിക്ക് ആദ്യമൊക്കെ പറ്റിയിരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര കട്ടിയിലെടുത്താലേ അറിയുള്ളൂ എന്നുള്ള ആ ഒരു ഇതില്ലേ. നമ്മൾ ക്യാൻവാസ് ചെയ്തിട്ടാണ് എനിക്ക് കൂടുതൽ പരിചയം.
പിന്നെ വെച്ചാൽ കോട്ടൺ സാരീസിലൊന്നും നമുക്ക് കട്ടിൽ ചെയ്യുവാണെങ്കിലും അത് ഭംഗിയായിട്ട് നമുക്ക് നല്ല സ്ട്രോക്സ് കിട്ടും. പക്ഷെ ഇങ്ങനത്തെ സാരീസിൽ കുറച്ചും കൂടെ ലൈറ്റായിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ 2-3 വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയലിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഓക്കെ അതിൻ്റെ കൺസിസ്റ്റൻസി പിടികിട്ടി. നമുക്കൊന്നും പെട്ടെന്ന് അങ്ങനെ അതിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല. കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വേണം. ഞാൻ കുറേ ട്രയൽ ആൻഡ് എറർ ചെക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്കും ചില സമയത്തങ്ങ് പെയിൻറ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ അത്രയൊരു കാംനെസ്സും ഫോക്കസും എന്താ പറയേണ്ടത്. പിന്നെ അത്രയും നേരം നമ്മൾ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ പറ്റുകയാണ്. കണ്ണ് കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മളെപ്പോഴോ മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങൾക്ക് സമയം ഇങ്ങനെ കിട്ടുകയാണ്. പക്ഷേ ഞാൻ വീണ്ടും, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ വീണ്ടും ഇതിലേക്ക് കടന്നു എന്ന്. എന്നുവെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കിങ്ങനെ കാണാൻ. അതായത് എനിക്കിഷ്ടമുള്ളത് പെയിൻറ് ചെയ്യുന്നു, അതെനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നു, അതിൽ കുറച്ച് നല്ല വാക്കുകൾ എന്നോട് പറയുന്നു. അയ്യോ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. താങ്ക് ഗോഡ്. പിന്നെ ഇത്രയും കാലം ഞാനിത് ചെയ്യാത്തതിലൊരു വിഷമം ഉണ്ടോ എന്ന് ഞാനിത് ചെയ്തപ്പോൾ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നിനക്ക് ഇത്രയും കാലം ഇതൊക്കെ ചെയ്തുകൂടായിരുന്നു, നീ എന്തിനാണെന്നും കാണിക്കാതിരുന്നത്, നീ ആയിട്ട് എന്താ ഒന്നും ചെയ്യാണ്ടിരുന്നത്. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദസ എന്ന് പറയുന്ന പോലെ എൻ്റെ സമയം ഇപ്പോഴായിരിക്കും. ശരിക്കും കേട്ടോ, എനിക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ ട്രാവൽ തന്ന ഒരു ഡിസിപ്ലിൻ, ഫോക്കസ്, കുറച്ചും കൂടെ പ്രസൻറ്റിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളൊരു കഴിവൊക്കെ എനിക്ക് ആ ട്രാവലിൽ കൂടെ കിട്ടിയതാണ് കേട്ടോ. അതിൽ മുന്നേ ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. പിന്നെ വെച്ചാൽ ഞാൻ എൻ്റെ ആദ്യത്തെ ബിസിനസ്സിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് ഓട്ടം ചാട്ടം എന്തുവാ പറയേണ്ടത്, അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു രീതിയിൽ അത് എനിക്ക് സപ്പോർട്ടായിരുന്നു എല്ലാ രീതിയിലും. പക്ഷെ എന്നാലും എൻ്റേതായ ഒരു ഇതും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. എനിക്കതിൽ റിഗ്രറ്റ് ഒന്നുമില്ല. എന്താ വെച്ചാൽ ചിലപ്പം ഞാൻ അത്രയും കാലം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കുള്ളൂ ഇങ്ങനെ. പക്ഷെ എനിക്ക് ഇത്രയും ഒരു വിഷൻ ചിലപ്പം ഉണ്ടാവില്ലായിരിക്കും ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പം കുറേ പാറ്റേൺ കാർഡ് പിടിയിട്ടും എന്താ പറയുന്നത്, കുറേ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസിയായി എനിക്ക് മനുഷ്യരെ മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഞാൻ കുറച്ചും കൂടെ ഗ്രൗണ്ടഡായി ആ ട്രാവലോടുകൂടെ. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കൊക്കെ കുറച്ച് കാലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം പരമാവധി ചെയ്യുക. നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു. അവസാനം ഞാൻ ഇതിലേക്ക് അങ്ങ് എടുത്ത് ചാടി. ഒന്നും ചിന്തിക്കുന്നില്ല ഞാൻ ഓവറായിട്ട്. എന്നാലും എനിക്ക് എന്താ പറയേണ്ടത്, കുറച്ച് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ എനിക്ക് സപ്പോർട്ട് കിട്ടി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിഷുവിന് വാങ്ങിച്ച കളക്ഷൻസൊക്കെ വിറ്റ് തീർന്നു എന്നുള്ളത്. ആൻഡ് അതിനുശേഷം ഞാനിതാ വളരെ കാമായിട്ട് ചെയ്യുന്നൊരു പെയിൻറ്റിങ് ആണിത്. സത്യം പറഞ്ഞാൽ ഞാനത് നോക്കിയിട്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു ഫീലുണ്ടല്ലോ, ഓ മൈ ഗോഡ്, ഞാനിത് എപ്പോഴോ പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇത് എൻ്റെ കൊച്ചായതുകൊണ്ടാണോ ഇത്ര ഇഷ്ടമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടോ? ഞാനപ്പോൾ ഒന്ന് ഇരുന്ന് ആസ്വദിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക. ഇപ്പം ഭയങ്കര ചൂടാണ്. നമുക്കിപ്പോൾ ഫാൻ ഇടാതെ ഈ വർക്ക് ചെയ്യാനും പറ്റില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ
ഷെയ്ഡിങ് ചെയ്യുമ്പോഴേ ഈ ഫാൻ ഇട്ടാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. പക്ഷെ അതില്ലാണ്ട് ഇപ്പോഴത്തെ ചൂടിന് ഇരിക്കാനും പറ്റുന്നില്ല. അങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. ഷെയ്ഡിങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ശരിക്കും എല്ലാവരും എന്താ പറയേണ്ടത്, ഞാൻ ആദ്യമൊക്കെ ഉണ്ടല്ലോ ആ റൗണ്ട് ഫ്രെയിമില്ലേ നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ അതൊക്കെ വെച്ചാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കിങ്ങനെ കുറേ എൻ്റെ വീട് മൊത്തത്തിൽ അപ്പം മെസ്സപ്പാവുന്നു. എനിക്ക് വീട്ടിൽ ചെറിയൊരു ഓർഗനൈസേഷൻ പ്രോബ്ലം ഉണ്ടായ എന്നെ ആ ദിവസം മൊത്തം ഞാൻ ഇറിറ്റേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചില്ല, എനിക്ക് ഇങ്ങനെ ഒരു ഫ്രെയിം വാങ്ങി ഫിക്സ് ചെയ്ത ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നീറ്റായിട്ടിരിക്കും. എന്നെപ്പോലെ അങ്ങനത്തെ OCD പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ ഫ്രെയിമാണിത് കേട്ടോ. ഞാൻ എറണാകുളത്ത് ബ്രോഡ്വേന്ന് മേടിച്ചതാണ് ഈ ഫ്രെയിം. ഞാൻ വിചാരിച്ചതേ അല്ല എനിക്ക് കിട്ടുന്നു. പക്ഷേ ഇതിനൊരു 4 ലെഗ് പീസ് കൂടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത് ആ ഷോപ്പിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ സ്റ്റൂൾ എടുത്ത് വെച്ചേക്കുവാണ്. പക്ഷെ അത് ഇച്ചിരി ഹൈറ്റുള്ള കൈൻഡ് ഓഫ് ആണ്. അത് ഭയങ്കര യൂസ്ഫുള്ളായി എനിക്ക്. ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒന്നാമത് എനിക്കിങ്ങനെ ആദ്യമൊക്കെ എനിക്കിങ്ങനെ ഈ ഗ്രീനൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ ഈ സാരിക്ക് ആ ഗ്രീന് 2 കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ലീഫിന് വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ലൈനർ എടുത്തു, ഗോൾഡൻ ലൈനർ. നമുക്ക് എല്ലാവരുടെയും കിട്ടും ഷോപ്പിൽ. പിന്നെ 2 തരം ഗ്രീന്. മിഡ് പോർഷനിൽ ഞാൻ വേറൊരു യെല്ലോ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എടുത്തു. പിന്നെ ഞാൻ അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് പിങ്ക്, പിന്നെ വൈറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്തത്, പിന്നെ വൈറ്റ്. അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മളൊരു ലോജിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ അതെല്ലാം അഴിക്കുകയാണ്. ഫ്രെയിമൊന്നും മാറ്റി. അത് ഭയങ്കര സൂക്ഷിച്ച് ക്ഷമയോടെ ചെയ്യണം. എല്ലാവരും അതിനൊരു ക്ലിപ്പാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ക്ലിപ്പ് ചെയ്യുമ്പം ആ സാരി ഇങ്ങനെ പിന്നി വരുന്ന പോലത്തെ ഒരു ഫീല്. അപ്പോൾ ഇങ്ങനത്തെ സോഫ്റ്റ് സാരിക്കൊക്കെ ഈ പിൻ ചെയ്യുന്നതായിരിക്കുള്ളൂ നല്ലത്. അങ്ങനെയാണ് മനസ്സിലായത്. ആദ്യമൊക്കെ കോട്ടൺ സാരീസ് ഒന്നും അത് ചെയ്യുമ്പം കുഴപ്പമില്ല. പക്ഷെ സോഫ്റ്റ് സാരീസൊക്കെ ചെയ്യുമ്പം ആ ക്ലിപ്പ് ചെയ്യണത് ഭയങ്കര ഇതായിരിക്കും. വാവ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അയ്യോ, ഇതാണ് ഈ ലൈനർ എല്ലാടിയും കിട്ടും കേട്ടോ. എല്ലാ ത്രെഡ് സ്റ്റോറിലും കിട്ടുമായിരിക്കും. പെയിൻറ്റ്, ഫാബ്രിക് പെയിൻ്റ് ഒക്കെ കിട്ടുന്നവർക്ക് ഇതും കിട്ടും. 3D ലൈനർ. അത് ചെയ്യുമ്പോൾ തന്നെ അത് ഉണങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു വൻ ഭംഗിയാണ്. അങ്ങനെ അത് ഫിനിഷായ സന്തോഷത്തിലാണ്. വാവ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, സോഫ്റ്റായിട്ട് വന്നു. അതിങ്ങനെ എടുത്തറിയുന്നൊന്നുമില്ല. വളരെ തിന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. എനിക്കിന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് കേട്ടോ.
എൻ്റെ ഫ്രണ്ടിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എനിക്ക് ഈ ഫ്രെയിം കിട്ടുന്നത് വരെ അയ്യോ ഇത് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുമായിരിക്കും, എനിക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. എനിക്ക് മനസ്സിലായത് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ, ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കരുത്. എന്ത് തന്നെയാണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് അങ്ങ് എടുത്ത് ചാടിയേക്കണം. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ബാക്കി നമ്മൾക്ക് അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ, ഓക്കെ നമ്മൾ കിറ്റ് ചെയ്യോ അല്ലെങ്കിൽ നമ്മളതിൽ പെട്ടെന്ന് പഠിച്ചെടുക്കുമോ എന്നുള്ളത് പെട്ടെന്ന് തന്നെ അറിയാമല്ലോ ആലോചിച്ച് നിൽക്കുന്നതിലും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങ് എടുത്ത് ചാട് തന്നെ വേണം. പിന്നെ അതിൽ നിന്ന് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പം ചിലവർക്ക് ചിലത് കലങ്ങും, ചിലത് കലങ്ങില്ല എന്ന് പറയില്ലേ, അത് തെറ്റിപ്പോയതെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയല്ല, എന്താണെങ്കിലും നമുക്കത് ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഓരോ വർക്കിൽ നമുക്ക് തെറ്റ് പറ്റുന്നതും ഒക്കെ അതൊരു പ്രാക്ടീസായിട്ട് കാണണം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ കണ്ടത്. ഓക്കെ, ഇത്രയും കാലം ഓക്കെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ആ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എന്തോ ഒരു എക്സലൻസ്, അത് എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും, ഞാൻ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്ന എല്ലാ മനുഷ്യരും ഇതിലേക്ക് അങ്ങ് ഇറങ്ങുക. ചെറുതാങ്കിലും പഠിച്ചു നോക്കാം. അങ്ങനെ ഞാൻ അതിട്ടൊന്ന് ഷോ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വാവ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? അപ്പോൾ കാണാട്ടോ അടുത്ത വീഡിയോയിൽ. ഞാൻ ഇനിയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പെയിൻറ്റിങ്. അപ്പോൾ ഇങ്ങനെയുള്ള പെയിൻറ്റിങ് വീഡിയോയിൽ ഇനി എങ്ങനത്തതാ വേണ്ടതെന്നൊന്ന് പറയണേ. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയണോ,